സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന വിവിധ മന്ത്രാലയങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2017 അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കായിരിക്കും ഇതുവഴി സെലക്ഷൻ ലഭിക്കുന്ന ആളുകൾക്ക് നിയമനം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ ഇതിനുള്ള അപേക്ഷ കൊടുക്കാമെന്ന്. SSC.nic.in എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ എന്ന ബട്ടൺ കാണാം. ഇവിടെ CHSL എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് ലഭിക്കുന്ന പോപ്പപ്പിൽ നമ്മൾ കാൻഡിഡേറ്റ്സിന് ഇൻഫർമേഷൻ നൽകണം. ഇത് എല്ലാം 2 തവണ നൽകണം വെരിഫിക്കേഷന് വേണ്ടി. പിന്നീട് ഒരു ക്യാപ്ഷ കാണാം. ആ ക്യാപ്ഷ നൽകുക. അതിനുശേഷം എൻ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ നമുക്ക് അടുത്ത ഇൻഫർമേഷൻ കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട മറ്റു ഇൻഫർമേഷൻ, ബേസിക് ഡീറ്റെയിൽസും മറ്റും നൽകണം. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, പെർമനന്റ് അഡ്രസ്, അതേപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID നൽകുക. പിന്നീട് ക്യാപ്ഷൻ വീണ്ടും നൽകിക്കൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ നമ്മൾ കാൻഡിഡേറ്സിന്റെ ഫോട്ടോ, അതേപോലെ തന്നെ സിഗ്നേച്ചർ നൽകണം. അതിനുശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന ഒരു മെസ്സേജ് കാണാം. പിന്നീട് നമ്മുടെ ഇമെയിലിൽ നമുക്ക് രജിസ്ട്രേഷൻ യൂസർ IDയും പാസ്വേഡും ലഭിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എൻ്റർ ചെയ്യുക. ലോഗിൻ ചെയ്തതിനാൽ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ബന്ധപ്പെട്ട മറ്റുള്ള ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒക്കെ നൽകുക. അതിനുശേഷം നമുക്ക് ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്ത് ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് പേയ്മെന്റ് മോഡിലേക്ക് വരും. പേയ്മെന്റ് മോഡിൽ വന്നു കഴിഞ്ഞാൽ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്തുകൊണ്ട് ഏത് ബാങ്കാണോ നമ്മൾ സാധാരണ ഗേറ്റ് വേ ചെയ്യുന്ന പോലെ പേയ്മെന്റ് നടത്തുക. പിന്നീട് ഇവിടെ പ്രിന്റ് അപ്ലിക്കേഷൻ ഫോം എന്ന ബട്ടൺ കാണാം. അവിടെ വന്നുകൊണ്ട് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് നമുക്ക് പ്രിന്റ് ലഭിക്കുന്നതാണ്.